ഇത് നമ്മുടെ കൂട്ടുകാരനൊപ്പം ട്രിപ്പ് എടുത്ത് വരികയായിരുന്നു. ഒരു ബസ് എല്ലാവരും ബാക്കിൽ കണ്ടാൽ മനസ്സിലാവും. കുറേ ബസ്സുകളൊക്കെ സൈഡിൽ ഇടിച്ച് കിടക്കുന്നു. ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വണ്ടി കുറച്ച് അപ്പുറത്ത് ദൂരത്താണ് ഗൈസ്. ഞാൻ ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഫുള്ളും ഇടി. അവിടെ അറ്റത്തൊരു വെള്ളവണ്ടി കിടക്കുന്നുണ്ടാവും. എന്താണെന്നറിയില്ല, നോക്കി നോക്കാം ഗൈസ്. ഗൈസ് 2 ബസ് കിടക്കുന്നുണ്ട് ഗൈസ്. എന്തവിടെ ഉണ്ടായി ഗൈസ്? ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ബാക്കിലൊരു ബസ് ഉണ്ടായിരുന്നു ഗൈസ്. ദേ ഗൈസ് ഒരു വണ്ടി കിടക്കുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, വണ്ടി ഇടിച്ച് തകട് പൊടിയിരിക്കുന്നു. ഇതേതോ ആള് ഉറങ്ങിയിട്ട് അത്ര വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ അറ്റത്ത് കിടക്കണ വണ്ടീനെ ആ ബസ്സിനെയൊക്കെ ഇടിച്ചിട്ട് കയറി ഇറങ്ങി വന്നതാണ്. ആദ്യത്തിന് ആൾക്കാർക്കൊന്നുമില്ല, അവർ കൊണ്ടുപോയി. നമുക്കൊന്ന് അവരെ വിളിച്ചു നോക്കാം ഗായ്സ്. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ വണ്ടി വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. നമുക്കിത് എടുക്കാം ഗൈസ് ഈ വണ്ടി. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി നിർത്തിയിട്ട് അതൊന്ന് ഇതൊക്കെ മാറ്റിയിട്ട് വണ്ടി എടുക്കാം ഗൈസ്. ഞങ്ങൾ എന്തായാലും ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി വന്നിട്ടില്ല ഗൈസ്. ഇതാക്കാം. ഗൈസ് നമുക്ക് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൊടുക്കാം. എന്നിട്ട് അവർ വന്നിട്ട് റിപ്പയറൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി മേടിക്കാം ഗൈസ്. പുതിയൊരു സെഡോണായിരുന്നു ഗൈസ്. അവർ കൊണ്ടുവരുന്നിടയിൽ രാത്രി അവലൊക്കെ ഓടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നുണ്ടായത് ആക്സിഡൻ്റാണ്. ഭാഗ്യം നമ്മൾ കണ്ടത്, നമുക്ക് തരാമെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട്. ഗൈസ് പോയി ഗൈസ്. ഈ വണ്ടിക്ക് ബ്രേക്കില്ല കേട്ടോ ഗൈസ്. ഗൈസ് നമുക്കിത് ക്രൈം വന്ന് വിളിച്ചിട്ട് കയറ്റാം ഗൈസ്. ക്രൈം വന്ന് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് ആക്കി ഗൈസ്. ആ വീണ്ടും വീണ വീഴ്ചയിൽ എടുത്തതൊക്കെ പറഞ്ഞു തുറന്നു വന്നു. അപ്പം അടയ്ക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ തുറന്നു വന്നു ഗൈസ്. ഇതിപ്പോൾ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. സാധനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. വണ്ടി ഗൈസ് ഫുള്ളും പോയിക്കണു. ഇനി ആദ്യം ഒരു റെഡിയാക്കി ഇതാക്കിയിട്ട് വേണം ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.